ഹലോ, ഇന്ന് നമുക്ക് ചെറിയൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു നെക്ലേസ് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ബക്കിൾസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബക്കിൾസിനെ കൊണ്ടാണ് ഈ നെക്ലേസ് സെറ്റ് ഉണ്ടാക്കിയത്. മെയിനായിട്ട് നമുക്ക് ബക്കിൾസ് ആണ് വേണ്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലത്തെ കുറച്ച് ബക്കിൾസ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണ്ടുന്ന പിന്നെ ഒരു ഗോൾഡൻ ത്രെഡാണ്, പിന്നെ കുറച്ച് പേൾസ്, പിന്നെ ഐപ്പിൻ, നമ്മുടെ കമ്മലൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഐപ്പിൻ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ നെക്ലേസ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ഇതിനെല്ലാം കൂടി വരുന്ന കോസ്റ്റ് വെറും 8 രൂപയാണ് കേട്ടോ. അതിന് ആദ്യം നമുക്ക് ഈ ബക്കിളിൽ ഗോൾഡൻ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഗോൾഡൻ ത്രെഡ് കട്ട് ചെയ്ത് ഇത് ബക്കിളിൽ കെട്ടിക്കൊടുക്കാം. ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം, എന്നാൽ മാത്രമേ ബക്കിളിൽ ഇങ്ങനെ ചുറ്റാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇത് ടൈറ്റായിട്ടൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബക്കിൾ എന്ന് പറയുന്നത് പഴയ നമ്മുടെ ഇന്നേഴ്സൊക്കെ ഇല്ലേ, അതിന് ബക്കിൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നേഴ്സൊക്കെ പഴയതാകുമ്പോൾ നമ്മൾ കളയില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്നും ബക്കിൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ബക്കിൾസ് ഉണ്ട്. ഇതിനെക്കൊണ്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ഐഡിയ വന്നത്. എന്നാൽ പിന്നെ അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിങ്ങനെ ബക്കിളിൽ മൊത്തമായിട്ട് ഈ ഗോൾഡൻ ത്രെഡ് ചുറ്റി കൊടുക്കണം. കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി നെക്ലേസ് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഗോൾഡൻ ത്രെഡ് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഫെവിക്കോൾ അവിടെ തേച്ച് കൊടുക്കണം. എന്നാൽ അത് അവിടെ ടൈറ്റായിട്ട് ഒട്ടി നിന്നോളും. ഇതുപോലെ ഞാൻ എല്ലാ ബക്കിളിലും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 7 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 7 എണ്ണത്തിനും ഞാൻ ഗോൾഡൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതേപോലത്തെ ഐപ്പിന്നിലോട്ട് ഒരു പേള് കോർത്തിട്ട് ഇതുപോലെ ബക്കിളിൻ്റെ ഇടയിലൂടെ വളച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൈറ്റായിട്ട് ചെയ്യണം. ഇങ്ങനെ ബക്കിളിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ജംപ് റിങ് എടുത്തിട്ട് അതിൽ കുരുക്കണം. ആ ജംപ് റിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണിയില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ കുരുത്ത് കൊടുക്കണം. അപ്പോൾ കുരുത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിങ്ങനെ ഹാങ് ചെയ്യും. ആ ഹാങ്ങിങ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഇതുപോലെ ഞാൻ എല്ലാ ബക്കിളിലും ഇതുപോലെ ഐപ്പിന്നിലോട്ട് പേള് ഇട്ടിട്ട് അത് വളച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഒരു ജംപ് റിങ് കുരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബക്കിളൊക്കെ ഇവിടെ സെറ്റാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതൊരു ചെറിയൊരു ചെയിനിൽ കുരുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജംപ് റിങ് അതിന് ഇട്ട് കൊടുക്കുന്നത്. ഈ പേളിന് ഒരു പാക്കറ്റ് വരുന്നത് വെറും 1 രൂപയാണ് ഇവിടുത്തെ കടയിലാണ്. അതുപോലെ തന്നെ ഐപ്പിന്നിന് വരുന്നത് 1 രൂപ. നമ്മുടെ ഗോൾഡൻ ത്രെഡിന് 12 രൂപ വരുന്നത്. പക്ഷേ ആ 12 രൂപ ഗോൾഡൻ ത്രെഡ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നില്ല. കുറച്ച് മാത്രമേ നമ്മൾ ഈ ബക്കിളിന് ചുറ്റി കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 5 രൂപയുടെ ചെറിയൊരു ചെയിൻ. ഇത്രയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വെറും 8 രൂപയേ വരുന്നുള്ളൂ. ഇത്രയും കുറഞ്ഞ ചിലവിൽ ഒരു നെക്ലേസ് സെറ്റ് ചെയ്തെടുക്കുന്നത് സ്വപ്നത്തിൽ മാത്രം. ഇങ്ങനെ ഈ ഒരു ചെയിനിൽ നമ്മളിതിങ്ങനെ കോർത്ത് കൊടുക്കണം. അതിൻ്റെ ഓരോ കണ്ണിയിലൂടെയും ഇങ്ങനെ കോർത്തെടുത്തിട്ട് എടുക്കണം. നമുക്കിത് ഒരു റിങ് വെച്ചിട്ട് ഇടാം കേട്ടോ, ഇങ്ങനെ സിമ്പിളായിട്ടൊരു ചെയിനായിട്ട്. ഞാനിവിടെ 7 എണ്ണം കോർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലേസ് സെറ്റ് വരുന്നത്. എങ്ങനെ അടിപൊളിയല്ലേ? ഇത്രയും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇങ്ങനൊരു അടിപൊളി നെക്ലേസ് സെറ്റ് ചെയ്തെടുക്കാം. സോറി, ഇടയ്ക്കിടയ്ക്ക് ടങ്ക് സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.